നിരോധിത അബോർഷൻ മരുന്നുകൾ കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിയ ഗർഭിണിയെയും അവളുടെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെയും ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ഡോക്ടർ 1 വർഷത്തിന് ശേഷം ജയിൽ മോചിതനായി. അർജന്റീനക്കാരനായ ഡോക്ടർ ലിയാൻഡ്രോ റോഡ്രിഗസ് ലാസ്ട്രയാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. 2017 കേസിനാസ്പദമായ സംഭവം. കടുത്ത ശാരീരിക വൈഷമ്യങ്ങളോടെയാണ് 23 ആഴ്ച ഗർഭവതിയായ 19-കാരി ഡോക്ടർ ലിയാൻഡ്രോയെ കാണാനെത്തിയത്. ഗർഭം അലസിപ്പിക്കുന്നതിനുള്ള നിരോധിത മരുന്ന് കഴിച്ചതിനാൽ അമ്മയുടെയും കുഞ്ഞിന്റെയും സ്ഥിതി വളരെ ദയനീയമായിരുന്നു. എന്നാൽ കെമിക്കൽ അബോർഷൻ പ്രക്രിയ തടഞ്ഞ് ഡോക്ടർ ലിയാൻഡ്രോ അമ്മയെയും കുഞ്ഞിനെയും രക്ഷിച്ചു. 6.5 മാസത്തിൽ സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയും പിന്നീട് ദത്തെടുക്കാൻ വയ്ക്കുകയും ചെയ്തു. എന്നാൽ ഗർഭചിത്രം തടഞ്ഞു എന്ന കുറ്റത്തിന് ഡോക്ടർ ലിയാൻഡ്രോയ്ക്ക് 1 വർഷവും 2 മാസവും ജയിൽ ശിക്ഷ ലഭിച്ചു. കൂടാതെ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ലൈസൻസ് 2 വർഷവും 4 മാസവും റദ്ദാക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ജനുവരി 30 ശിക്ഷാ നടപടികൾ പൂർത്തിയാക്കിയ ഡോക്ടർ ലിയാൻഡ്രോ ജീവൻ പരിപാലിക്കുന്നതിലും ഗർഭസ്ഥ ശിശുവിൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിലും സ്ത്രീകളുടെ സംരക്ഷണത്തിലും കൂടുതൽ പ്രതിജ്ഞാബദ്ധനായിരിക്കാൻ ഈ വിധിയിലൂടെ തനിക്ക് സാധിച്ചതായി പ്രതികരിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് വാദിക്കുന്നവർ ഇപ്പോൾ 7 വയസ്സായ മിടുക്കനായ ഒരു കുഞ്ഞിൻ്റെ ജീവനെക്കുറിച്ച് നിശബ്ദനാവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദത്തെടുക്കപ്പെട്ട ആ കുഞ്ഞ് ഇന്ന് ജീവിച്ചിരിക്കുന്നു. അതിൻ്റെ അമ്മയും എവിടെയോ സുഖമായി ജീവിക്കുന്നുണ്ട്. അതിനാൽ താൻ സംതൃപ്തനാണെന്നും ഡോക്ടർ ലിയാൻഡ്രോ പറഞ്ഞു. ആശുപത്രിയിൽ പൊതുവായി പ്രാക്ടീസ് ചെയ്യുന്നത് ഇനിയും ബുദ്ധിമുട്ടാകുമെന്നതിനാൽ സ്വകാര്യ മേഖലയിൽ ജോലി തുടരാനാണ് ഡോക്ടറുടെ തീരുമാനം. ഇനിയും സമാനമായ ഒരു സാഹചര്യമുണ്ടായാൽ താൻ ജീവന്റെ പക്ഷത്ത് നിൽക്കുമെന്നും അതിനുവേണ്ടി ജയിലിൽ പോകാൻ തനിക്ക് മടിയില്ലെന്നും ഈ ഡോക്ടർ പറയുന്നു.